ഗ്രാമത്തിൽ നിന്ന് നാട് വിട്ടു വന്ന പിള്ളേരെ ഒരാൾ കൊണ്ടുപോയി അയാളുടെ ഹോട്ടലിൽ അടിമകളെ പോലെ ജോലി ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. മക്കളെ കാണാനില്ല എന്ന് പാരന്റ്സ് കംപ്ലൈന്റ് കൊടുത്തിരുന്നു. അത് അന്വേഷിച്ചെത്തിയ പോലീസുകാരനും അവരെ കണ്ടുപിടിച്ചിട്ടും ഓണറിന്റെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങിപ്പോയി. അതുകൊണ്ട് തന്നെ അവരെയും പുറത്തു വിടാതെ അകത്തൊരു റൂമിൽ പൂട്ടിയിട്ടു ജോലി ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ രാജു എന്ന പയ്യനെ മുകളിലേക്ക് ടാങ്ക് കഴുകാൻ പറഞ്ഞയച്ചിരുന്നു. അവൻ അവിടെ നിന്ന് ഇതുവരെ തിരിച്ചെത്തിയിട്ട് പോലുമില്ല. എന്നാൽ അവൻ രക്ഷപ്പെട്ടു എന്നാണ് ബാക്കി രണ്ടുപേരും വിചാരിച്ചിരിക്കുന്നത്. ആ പിള്ളേരെ അന്ന് രാത്രി തന്നെ അവിടെ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ട് ഓടി വന്നു. ജോലിക്കാരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നേരെ പോയി ഒളിച്ചത് ഒരു പോലീസ് വണ്ടിയിലായിരുന്നു. ഇതും കാണാതായ ആ പിള്ളേരാണെന്ന് തിരിച്ചറിഞ്ഞു. ആ നല്ല പോലീസുകാരനും അവരുടെ സ്വന്തം ഗ്രാമത്തിലേക്ക് തന്നെ തിരിച്ചെത്തിച്ചു. അവരെ തിരിച്ചു കിട്ടിയ അമ്മയോ അച്ഛനും കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേര് തിരിച്ചു വന്നു. രാജു എന്തേ എന്ന് പറഞ്ഞ അച്ഛൻ ചോദിക്കുമ്പോഴാണ് ആ പയ്യന് എന്ത് പറ്റിയെന്ന് പോലീസുകാര് ആ ഹോട്ടലിന്റെ ഓണറെ അറസ്റ്റ് ചെയ്ത് അന്വേഷിച്ചിരുന്നു. മുകളിലേക്ക് ക്ലീൻ ചെയ്യാൻ പോയ രാജു കാല് തെറ്റി ടാങ്കിൽ വീണ് മരിച്ചു പോയിരുന്നു. ആരും കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടി മറവ് ചെയ്തിരുന്നു. ഇപ്പൊ ആ ബോഡിയും തിരിച്ച് ഗ്രാമത്തിലേക്ക് തന്നെ കൊണ്ടുവന്നു. അത് കണ്ട പയ്യന്റെ അമ്മയും അച്ഛനും ചങ്ക് പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബാക്കി രണ്ടുപേരും രാജു അവരെക്കാളും മുമ്പേ രക്ഷപ്പെട്ടു എന്നായിരുന്നു വിചാരിച്ചിരുന്നത്. അവനെ ഓർത്ത് രണ്ടുപേരും വീട്ടിൽ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. എന്റെ മകൻക്ക് പഠിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ അവനെ ഞാൻ ഇനി സ്കൂളിലേക്ക് തന്നെ അയക്കുന്നില്ല. അവൻ എന്റെ കൺമുമ്പിൽ ഉണ്ടായാൽ മാത്രം മതി എന്ന് അച്ഛൻ പറഞ്ഞു. ഇപ്പൊ പിള്ളേർക്കും പാരന്റ്സ് പറയുന്നതെല്ലാം നമ്മുടെ നല്ലതിനാണെന്ന് മനസ്സിലാക്കി. അങ്ങനെ അവർ നല്ലോണം പഠിക്കാൻ തുടങ്ങി.